റെമീഡിയസിലേക്ക് സ്വാഗതം. ദൃശ്യം 3യുടെ എറണാകുളം ഡിസ്ട്രിക്ട് തിയേറ്റർ ലിസ്റ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇനീഷ്യൽ തിയേറ്റർ ലിസ്റ്റ് ആണെന്ന് എടുത്ത് പറഞ്ഞോട്ടെ. ഇതിനോടകം തന്നെ നമുക്ക് 31ഓളം തിയേറ്ററുകളിലാണ് എറണാകുളത്ത് ഈ ഒരു സിനിമ ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ തന്നെ 240-ന് മുകളിലുള്ള ഷോകൾ 7 ദിവസത്തിന് മുന്നേ ചാർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു. ഇനിയും എക്സ്ട്രാ ഷോസും അഡീഷണൽ ഷോസും ചാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം. നിങ്ങൾ ഈ ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എവിടെയാണ് കാണുന്നതെന്നൊന്ന് കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്താം. എറണാകുളം കവിതയിൽ 5 ഷോകളാണ് സിനിമയ്ക്കുള്ളത്. എറണാകുളം ഷേണൈസിൽ 17 ഷോകളും PVR 17 ഷോസുമാണുള്ളത്. അങ്ങനെ ഗംഭീരമായിട്ടുള്ള ലിസ്റ്റുകളാണ്. എടപ്പള്ളി വനിതാ വിനീതയിൽ നമുക്ക് 14ഓളം ഷോകളാണ്. അത് ഒരു പക്ഷേ 19-20 ഷോകൾ വരെ എത്തും. എറണാകുളം PVR ഫോറം മാളിൽ ഇപ്പോൾ തന്നെ 18 ഷോകളാണ്. സിനിപോളിസിൽ 15ഓളം ഷോകളാണ്. തൃപ്പൂണിത്തുറ സെൻട്രലിൽ 7ഓളം ഷോകളാണ്. തൃപ്പൂണിത്തുറ ന്യൂ സെൻറ്ററിൽ 8ഓളം ഷോകളാണ്. അങ്ങനെയാണ് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ. അങ്കമാലി MY സിനിമാസിൽ 9 ഷോസ്. അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഷോ കൗണ്ടുകൾ നമുക്ക് കാണാൻ കഴിയുന്നു. കിങ് സൈസ് കവിതയിൽ ഇപ്പോൾ തന്നെ 5 ഷോകളാണ്. ഒരു പക്ഷേ അത് 7 ഷോകൾ വരെ എത്താനുള്ള ചാൻസുകളുമുണ്ട്. ചാൻസ് അല്ല, ഉറപ്പായിട്ടും ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. 1200 മുകളിലുള്ള ആളുകൾ കയറുന്ന ആ ഒരു തിയേറ്ററിൽ നമ്മൾ ആലോചിച്ച് നോക്കുക. ഇവിടുത്തെ ഏത് തിയേറ്റർ എടുത്ത് നോക്കിയാലും അതിൻ്റെയൊക്കെ മുകളിലേക്ക് ഒരു പക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ തിയേറ്റർ എന്ന് തന്നെ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ പറയാം. പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. പണ്ടൊക്കെ തിയേറ്ററുകൾ 800-ഉം 900-ഉം സീറ്റുകളായിരുന്നുവെങ്കിൽ പലതും വെട്ടിച്ചുരുക്കി 200-ഉം 300-ഉം വരെ എത്തുന്ന കാര്യങ്ങൾ കണ്ടു. എന്തായാലും ഇന്ന് മൾട്ടിപ്ലക്സുകളുടെ അതിപ്രസരം ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് സ്ക്രീനുകളും കിട്ടുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഗംഭീരമായിട്ട് തന്നെയാണ്. എന്തായാലും ഇവിടെ ദൃശ്യം 3യുടെ ഇനോക്സ് തൃശ്ശൂരിലെ ശോഭ സിറ്റിയിൽ 5 ഷോസ് ആയിരുന്നു ആദ്യം ആടിയതെങ്കിൽ അതിപ്പോൾ 15ലേക്ക് എത്തുന്നു. പിന്നെയും 5 കൂടെ ആഡ് ചെയ്യുമെന്ന് പറയപ്പെടുന്നു. അങ്ങനെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും എങ്ങനെ തന്നെയാണ് പോകുന്നത്. ഇതിനോടകം തന്നെ 11 കോടിയും കടന്ന് സിനിമ മുന്നോട്ട് പോവുകയാണ്. വേൾഡ് വൈഡ് കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 5 കോടിയിലേക്ക് എത്തുകയും ചെയ്യുന്നു. ദൃശ്യം 3 ഒരു വിസ്മയമായി മാറുകയാണ്. ബുക്കിംഗ് ഒക്കെ നോക്കുമ്പോൾ സാധാരണ പോലെ 1000-2000 ഒക്കെയാണ് മണിക്കൂറിൽ നടക്കുന്നത്. പക്ഷേ ഒരു കാര്യം, 7 ദിവസം കൂടി ഇനിയും ബാക്കിയുണ്ട് എന്നുള്ളതാണ്. അതായത് 21-ാം തീയതി ഈ ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആദ്യം കാണാൻ പോകുന്ന പുതിയൊരു വിസ്മയം തന്നെയായിരിക്കും എന്നുള്ളതാണ്. ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 20 കോടിക്ക് മുകളിൽ നേടുന്ന ചിത്രമായി ദൃശ്യം മാറുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. പ്രതീക്ഷയല്ല, ഉറപ്പാണ്. ഒരു പക്ഷേ എമ്പുരാൻ എന്നുള്ള ഭീകര ഹൈപ്പിൽ വന്ന സിനിമയൊക്കെ ഇതിന് മുന്നിൽ ഒന്നുമല്ലാതായി മാറും. ദൃശ്യം 2, ദൃശ്യം 3 ഈ 3 നിങ്ങൾ ഏതായിരിക്കും ചൂസ് ചെയ്യുന്നത്? ഈ 2 പാർട്ട് കണ്ടതിൽ നിങ്ങൾ എത്രത്തോളം തൃപ്തനായിരുന്നു ആദ്യവും രണ്ടാമതും? ആദ്യത്തെ പാർട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, സർവ്വ മലയാളികളെയും ത്രസിപ്പിച്ച ഒരെണ്ണം. രണ്ടാമത് OTTയിൽ വന്നുകൊണ്ട് അതിന് ചില ന്യൂനതകളും ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അത് തിയേറ്ററിലായിരുന്നെങ്കിൽ അതും 100 കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. എന്തായാലും ദൃശ്യം 3യിലേക്ക് വരുമ്പോൾ ജോർജ് കുട്ടിയെയും ഫാമിലിയെയും കാണാൻ നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുകയല്ലേ? അതൊന്ന് കമൻസിലൂടെ പറയാം. എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പം കട്ടയ്ക്ക് കൂടെ ഉണ്ടാകണം. കൂടുതൽ ഏത് വിശേഷങ്ങളാണ്, വിദേശ രാജ്യങ്ങളിലെയാണോ കേരളത്തിലെയാണോ നിങ്ങൾ ദൃശ്യം 3യുടെ വിശേഷങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? അതൊന്ന് കമൻസിലൂടെ പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള വീഡിയോകളുമായിട്ട് വരാം. അപ്പോൾ കേരളത്തിൽ 5 കോടിയിലേക്ക് എത്തുകയാണ് സിനിമ. വേൾഡ് വൈഡായിട്ട് 11 കോടി കഴിയുന്നു. ഇന്നത്തോടെ 12 കോടി ടച്ച് ചെയ്യുമെന്നുള്ള ഉറപ്പിക്കാം.